അൽ ഇമാറത്തു ഫീനാ വാജിബുൻ വതക്ലീഫ് ലാ ലദത്തും വതശ്രീഫ എന്ന് സഹാബിയായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അന്ന് പ്രഖ്യാപിച്ച നയപ്രഖ്യാപനമാണ്. മുസ്തം എന്ന ശത്രു രാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറി ചെന്നു സഅദ് ഇബ്നു അബീ വഖാസ്. അദ്ദേഹം അന്ന് ഇസ്ലാമിൻ്റെ അംബാസഡറാണ്, സന്ദേശവാഹകനാണ്. ഉമർ ഖത്താബിൻ്റെ കാലത്ത് ഉമർ ഖത്താബിന്റെ നിർദ്ദേശപ്രകാരം ഇസ്ലാമിന്റെ അംബാസഡറായി പോയതാണ് സഅദ് ഇബ്നു അബീ വഖാസ്. നല്ല ചെറുപ്പക്കാരനാണ്, നല്ല ധീരനാണ്. നേരെ ചെന്ന് റുസ്തം എന്ന് പറയുന്ന ശത്രു രാജാവിന്റെ കൊട്ടാരത്തിൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി കയറി ചെല്ലുകയാണ്. ഒരു വാട് കൈവശമുണ്ട് അറബികളെ പതിവ് പ്രകാരം. പക്ഷെ വാളിന് വാങ്ങാൻ ഒരു ഉറ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വാളിന് ഉറയില്ല. അതിനാ ഒരു പഴയ തുണി കീറിയിട്ട് ആ തുണി കൊണ്ട് ഇങ്ങനെ വാള് ചുറ്റിപ്പോയിട്ട് ആ വാളും പിടിച്ചാണ് അദ്ദേഹം കയറി ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ റുസ്തം എന്ന അന്നത്തെ വലിയ ലോകത്തെ വിറപ്പിക്കുന്ന ആ രാജാവ് ഒരു വലിയ വിശാലമായ കട്ടിലും ഇരിക്കുകയാണ്. ചുറ്റോട് ചുറ്റും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും അംഗരക്ഷകന്മാരും സേനാനായകന്മാരും എല്ലാവരും ഒന്നിച്ചുള്ള ചർച്ചയാണ്, സദസ്സാണ്. അവിടേക്കാണ് സഅദ് ഇബ്നു അബീ വഖാസ് കയറി ചെല്ലുന്നത്. ഈ വാളും കയ്യിൽ പിടിച്ച് ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോൾ എല്ലാ കസേരയും ഫുള്ള് ഇരിക്കാൻ സ്ഥലമില്ല. കാരണം ഓരോ ചെയർ ഓരോരുത്തരാണല്ലോ. രാജാവിന് കട്ടിലുമല്ലോ ഒരുപാട് സ്ഥലം ബാക്കിയാ. മൂപ്പർ നേരെ ചെന്ന് അവിടെ പോയിരുന്നു. സ്ഥലം ബാക്കിയാണോ. നേരെ ചെന്ന് രാജാവിൻ്റെ അടുത്താണ് ഇരുന്നു. അതോടെ ഒന്നാം കണ്ട് ചാടിയല്ല, എന്താണ് ഈ ചങ്ങായി കാണിക്കുന്നത്, ഏതാണ് ഇയാള്, ഇത്ര വലിയ ധിക്കാരി, ആരാണിവൻ എന്ന് പറഞ്ഞ് ഒന്നാകെ ഇളകി. സഅദ് ഇബ്നു അബീ വഖാസ് പറഞ്ഞു, ഓഹോ, നിങ്ങളൊക്കെ നേതാക്കന്മാരുടെ അടിമകളാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾക്ക് നേതൃത്വം എന്ന് പറഞ്ഞാൽ അൽ ഇമാറത്തു ഫീനാ വാജിബുൻ വതക്ലീഫ്. ഞങ്ങളിൽ നേതൃത്വം എന്നത് ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ലാ ലദത്തും വതശ്രീഫ. അതൊരു ആനന്ദമല്ല, അതൊരു അംഗീകാരമല്ല, സ്ഥാനമാനമല്ല, ആസ്വാദനമല്ല. അതൊരു ഭാരവാഹിത്വമാണ്, ഉത്തരവാദിത്തമാണ്. അൽ അമീറു ഫീനാ അക്സറുനാ ഹിംല. ഞങ്ങൾ കൂട്ടത്തിൽ അമീർ, നേതാവ് ആരെന്ന് ചോദിച്ചാൽ അക്സറുനാ ഹിംല, ഏറ്റവും അധികം ഭാരം വഹിക്കുന്നവനാരോ അവനാണ് അമീർ. ഞങ്ങൾ അമീർ മറ്റു സ്ഥാനം കൊണ്ടല്ല. ഞങ്ങൾ അമീർ അക്സറുനാ ഹിംല, ഏറ്റവും അധികം ഭാരം വഹിക്കുന്നവനാരോ അവനാണ് അമീർ എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് അന്ന് പ്രഖ്യാപിച്ചെങ്കിൽ അതന്നെയാണ് നമ്മുടെയും നയം.